പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുൽ തന്റെ ചതിയുമായി മുന്നിലേക്ക് പോവുകയാണ്. ഇതേ തുടർന്ന് തന്റെ അച്ഛനെയും ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ അയാൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും രാം മോഹന്റെ മനസ്സിൽ ഇടം പിടിക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. രാം മോഹനെ പോക്കറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ നിസ്സാരമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും മാത്രവുമല്ല അഭിഷേകിനെ എളുപ്പത്തിൽ പുറത്താക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള പുതിയ തന്ത്രങ്ങളാണ് അയാൾ പയറ്റുന്നത്. പക്ഷേ രാഹുലിന്റെ ഈ നീക്കങ്ങൾ മനസ്സിലാക്കുകയാണ് റാം മോഹന്റെ മകളായ ഇഷ. ഇതേ തുടർന്ന് ഇനിയും ഇതുപോലുള്ള ചീപ്പ് ട്രിക്കുകൾ ഉപയോഗിക്കാതിരിക്കുന്നതിന് വേണ്ടി രാഹുലിനെ പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. ഇതിന്റെ ഭാഗമായി രാഹുലിനെ ചെന്ന് കാണുന്ന ഇഷ ഇതുപോലുള്ള നീക്കങ്ങൾ വളരെ ചീപ്പാണ് എന്നുള്ള കാര്യം തുറന്നു പറയുകയും രാഹുലിന് എൻ്റെ മനസ്സിൽ യാതൊരു സ്ഥാനവുമില്ല, അതുകൊണ്ട് തന്നെ രാഹുൽ ഈ ചീപ്പ് പരിപാടികൾ നിർത്തുന്നതാണ് നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണം. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, അയാളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ. അത് മറ്റാരുമല്ല, എൻ്റെ അഭിഷേകാണ്. അഭിഷേകല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല, അത് നടക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്നെ കാണുന്നതിനോ ഫ്രണ്ട്ഷിപ്പായി വരുന്നതിനോ നോക്കരുത് എന്ന് അറിയിക്കുന്ന ഇഷ ഇതേ തുടർന്ന് പോകാൻ ശ്രമിച്ചതിനെ തുടർന്ന് ഇഷയെ മറക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് രാഹുൽ. ഞാൻ അത്രയധികം ഇഷയെ സ്നേഹിക്കുന്നുണ്ട്. അഭിഷേക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇഷയെ ഇഷ്ടമായിരുന്നു. ആ കാര്യം ഇഷയ്ക്കും അറിയാവുന്നതാണ്. പിന്നെ എന്തിനാണ് ഇഷ എന്നോട് ഈ അകൽച്ച കാണിക്കുന്നത്? എന്തുകൊണ്ടും അഭിഷേകിനേക്കാൾ യോഗ്യനല്ലേ ഞാൻ? അതിപ്പോൾ പഠിപ്പായാലും പണത്തിൻ്റെ കാര്യമായാലും എന്തുകൊണ്ടും ഞാൻ ഉയർന്ന നിലയിൽ തന്നെയാണ്. ഇഷയ്ക്ക് എന്തുകൊണ്ടും അനുയോജ്യനായ വരൻ. അതുകൊണ്ട് ഇഷ എന്നെയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാതെ ആ അഭിഷേകിനെയല്ല. നിന്റെ സ്നേഹം ലഭിക്കുന്നതിന് യാതൊരു അവകാശവും അവന് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇഷ. നീ വിചാരിക്കുന്നതെല്ലാം തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന ഇഷ സ്നേഹമൊന്നും പിടിച്ചു വാങ്ങാൻ സാധിക്കുന്നു ഒന്നല്ല എന്ന് പറയുകയും മാത്രവുമല്ല, അഭിഷേക് എൻ്റെ ഹൃദയം കീഴടക്കി കഴിഞ്ഞു. ഇനി മറ്റൊരാൾക്ക് അവിടെ എന്തൊക്കെ ശ്രമിച്ചാലും സ്ഥാനമില്ല എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവിടെ നിന്ന് ഇഷ ഇറങ്ങിപ്പോകുന്നു. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ താൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നും ഇഷയെ താൻ സ്വന്തമാക്കുക തന്നെ ചെയ്യുമെന്നും പറയുന്ന രാഹുൽ ഇതേ തുടർന്ന് ഇഷയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതികൾ നിർമ്മിക്കുകയാണ്. ഇനി അവളെ സ്വന്തമാക്കാതെ എനിക്ക് വിശ്രമമില്ല. ഇത്രയൊക്കെ ചെയ്ത അവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്നും ഇത്രയധികം അഹങ്കാരം അവൾക്ക് പാടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് രാഹുൽ ഇഷയ്ക്ക് നേരെയുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നത്. മാത്രവുമല്ല, ഇതേ തുടർന്ന് ഇഷയെ തട്ടിക്കൊണ്ടുപോകാനുള്ള പദ്ധതികളുമായി മുന്നിലേക്ക് കടന്ന് വരികയുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കങ്ങൾ ഇതേ തുടർന്ന് അഭിഷേകിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നു. ഇഷയെ രാഹുൽ തട്ടിക്കൊണ്ടുപോവുകയാണ് ഇതേ തുടർന്ന്. എന്നാൽ ഈ കാര്യം അറിയുന്ന അഭിഷേക് എന്തൊക്കെ സംഭവിച്ചാലും
ഇഷയെ രക്ഷിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് കടന്ന് വരികയും ഇതേ തുടർന്ന് ഇഷയ്ക്ക് വേണ്ടി രാഹുലുമായി ഏറ്റുമുട്ടുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഈ സംഭവങ്ങൾ ഇതേ തുടർന്നാണ് ഇഷ അറിയാൻ ഇടയാകുന്നത്. ഇത് ഇഷയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. എന്നാൽ ഇഷയെ രാഹുലിന്റെ കൈകളിൽ നിന്ന് അഭിഷേകിനെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുകയാണ്. ഇതോടെ അഭിഷേകിന്റെ കൈകളിൽ നിന്ന് ഇഷയെ രക്ഷിച്ചുകൊണ്ട് തിരികെ എത്തുന്ന അഭിഷേക് ഇനി ഒരിക്കലും അവന്റെ ശല്യം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഞാൻ അവനോട് വാണിംഗ് നൽകിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവൻ ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ വരികയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് രാഹുലിന്റെ ഈ നീക്കത്തെ പറ്റി റാംമോഹൻ അറിയാൻ ഇടയാകുന്നത്. ഇത് റാംമോഹനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് റാംമോഹൻ ആ ചതിയനെ ഞാൻ വെറുതെ വിടുകയില്ല എന്നും എൻ്റെ മകളെ ഉപദ്രവിച്ച അവനെ കൊന്നുകളയും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്ന് റാംമോഹനെ തടയുന്ന അഭിഷേക് അവനുള്ളതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്കിൾ ഇനി ഈ കാര്യത്തിൽ ഇടപെടേണ്ട. ഇഷയെ തൊട്ട് അവൻ്റെ കൈ തന്നെ ഞാൻ തല്ലിയൊടിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഇനിയൊരിക്കലും അവൻ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഭിഷേകിന്റെ അടുത്തേക്ക് വരുന്ന ഇഷ അഭിഷേകിനെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്നു. ഇഷയെ സമാധാനിപ്പിക്കുന്ന അഭിഷേക് എന്തൊക്കെ സംഭവിച്ചാലും കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.